ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 22, 2024. നമുക്കറിയാം, ഇന്ന് ബോർഡർ ഗാവസ്കർ ട്രോഫിക്ക് വേണ്ടിയുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം പെർത്തിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് ആരംഭിക്കുകയായിരുന്നു. കാരണം ഇന്ത്യ അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 51 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യക്ക് വേണ്ടി യശസ്വി ജയ്സ്വാൾ 0 റൺസിനും, ദേവദത്ത് പടിക്കൽ 0 റൺസിനും, വിരാട് കോഹ്ലി 5 റൺസിനും, KL രാഹുൽ 26 റൺസെടുത്തും പുറത്തായി. ബൗളിംഗ് ഓപ്പൺ ചെയ്ത മിച്ചൽ സ്റ്റാർക്കിൻ്റെ ആദ്യ ഓവറിൽ യശസ്വി ജയ്സ്വാളിന് റൺസൊന്നും എടുക്കാൻ സാധിച്ചില്ല. രണ്ടാമത് ബോൾ ചെയ്യാൻ വന്ന ഹേസൽവുഡിൻ്റെ ഓവറിലും രണ്ടാമത്തെ ഓപ്പണറായ KL രാഹുലിന് റൺസൊന്നും എടുക്കാൻ സാധിച്ചില്ലായിരുന്നു. മൂന്നാമത്തെ ഓവറിൽ നമുക്കറിയാം, മിച്ചൽ സ്റ്റാർക്ക് വീണ്ടും ബോൾ ചെയ്യാനെത്തിയപ്പോൾ ആദ്യ പന്തിൽ തന്നെ യശസ്വി ജയ്സ്വാൾ 0-ന് പുറത്തായി. അദ്ദേഹം ഷോട്ട് അടിക്കാൻ ശ്രമിച്ചൊന്നുമല്ല, സ്ട്രോക്ക് മേക്കറല്ല, അദ്ദേഹം ഷോട്ട് അടിക്കാൻ ശ്രമിച്ചൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ബാറ്റിൻ്റെ എഡ്ജിൽ കൊണ്ട് അത് ഗള്ളിയിലെ ഫീൽഡ് ചെയ്തിരുന്ന മെക്സീനയുടെ കൈകളിലേക്ക് നേരെ പോവുകയാണ് ചെയ്തത്. അദ്ദേഹം മുമ്പിലോട്ടാണ് അടിക്കാൻ ശ്രമിച്ചത്. അതേസമയം രണ്ടാമത് പുറത്തായ ദേവദത്ത് പടിക്കൽ, നമുക്കറിയാം, അദ്ദേഹം ഷോട്ട് അടിക്കാൻ ശ്രമിച്ചതല്ല. അദ്ദേഹം ബാറ്റ് പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ ബാറ്റിൻ്റെ എഡ്ജിൽ കൊണ്ട പന്ത് നേരെ വിക്കറ്റ് കീപ്പറുടെ കൈകളിലേക്ക് പോവുകയായിരുന്നു. മൂന്നാമത് ഔട്ടായത് വിരാട് കോഹ്ലി ആയിരുന്നു. അദ്ദേഹവും ഷോട്ട് അടിക്കാൻ ശ്രമിച്ചൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ കൊണ്ട് പന്തിൻ്റെ ബൗൺസ് കാരണം ഉയർത്തിപ്പിടിച്ച പന്തിൻ്റെ എഡ്ജിൽ കൊണ്ട് അത് നേരെ ഒന്നാം സ്ലിപ്പിൽ ഫീൽഡ് ചെയ്തിരുന്ന ഉസ്മാൻ ഖോജയുടെ കൈകളിലേക്ക് പോവുകയായിരുന്നു. നാലാമത് ഔട്ടായത് KL രാഹുലാണ്. അദ്ദേഹം ദീർഘനേരം പൊരുതി 74 പന്ത് ബോൾ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് 26 റൺസ് എടുത്തത്. അതിന് അദ്ദേഹത്തിൻ്റെ ഔട്ടാവൽ കുറച്ച് വിവാദപരമായിരുന്നു. നമുക്കറിയാം, അമ്പയർ ആദ്യം ഔട്ട് കൊടുത്തിരുന്നില്ല, പിന്നെ റിവ്യൂ അതിന് ശേഷമാണ് പിന്നീട് ഔട്ട് കൊടുത്തത്. KL രാഹുലിനും അല്പം പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പാഡിൽ കൊണ്ടതിന് ശേഷമാണ് പന്ത് ബാറ്റിൽ കൊണ്ടുവന്നാണ്. അപ്പോൾ ആ പന്ത് നേരെ വിക്കറ്റ് കീപ്പറുടെ കൈകളിലേക്ക് പോവുകയാണ്. വിക്കറ്റ് കീപ്പർക്ക് 2 ക്യാച്ച് ഇതോടുകൂടി കിട്ടി. മിച്ചൽ സ്റ്റാർക്ക് ഇതുവരെ 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ അവസാനം ലഞ്ചിന് വിരിയുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റിന് 51 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ ഇന്ത്യ ടീമിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, രോഹിത് ശർമ്മയ്ക്ക് പകരം ഓപ്പൺ ചെയ്തത് KL രാഹുലാണ്. ശുഭമാൻ ഗില്ലിന് പകരം 1-ാം നമ്പറിൽ ഇറങ്ങിയത് ദേവദത്ത് പടിക്കലാണ്. അതേസമയം മധ്യനിരയിൽ സർഫറാസ് ഖാന് പകരം ബാറ്റ് ചെയ്യാൻ വന്നത് ധ്രുവ് ജുറേലാണ്. ഇതിൽ KL രാഹുൽ നമുക്കറിയാം, പരിചയസമ്പന്നനായ ഒരു ബാറ്റ്സ്മാനാണ്. ദേവദത്ത് പടിക്കൽ ഒരു ടെസ്റ്റ് ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്, അന്ന് 65 റൺസാണ് എടുത്തത്. ധ്രുവ് ജുറേലാകട്ടെ ഋഷഭ് പന്തിന് പരിക്കേറ്റ സമയത്ത് 3 ടെസ്റ്റുകൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 3 ടെസ്റ്റുകളിനായി 190 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. മറ്റ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ നമുക്ക് അവിടെ വന്ന മാറ്റങ്ങൾ നിതീഷ് റാണ, പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷിത് റാണ, ഇവരെയാണ് ഉൾപ്പെടുത്തിയത്. ഹർഷിത് റാണ നമുക്കറിയാം, 22 വയസ്സുള്ള ഡൽഹിക്ക് വേണ്ടി രഞ്ജി ട്രോഫി കളിക്കുന്ന ആളാണ്. ഇതുവരെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 469 റൺസും 43 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി ആന്ധ്രാപ്രദേശുകാരനാണ്. 23 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് 779 റൺസും 56 വിക്കറ്റും നേടിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഫാസ്റ്റ് ബോൾ ചെയ്യുന്ന ഓൾറൗണ്ടർമാരാണ്. മറ്റ് 2 ഫാസ്റ്റ് ബൗളർമാർ ഇന്ത്യക്ക് വേണ്ടിയുള്ളത് ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജുമാണ്. സ്പിൻ ബൗളിങ്ങിൽ രവിചന്ദ്ര അശ്വിനെയും രവീന്ദ്ര ജഡേജയും മറികടന്ന് വാഷിങ്ടൺ സുന്ദറിന് മാത്രമാണ് അവസരം കൊടുത്തത്. വാഷിങ്ടൺ സുന്ദർ നമുക്കറിയാം
6 ടെസ്റ്റാണ് ഇതുവരെ കളിച്ചത്. 354 റൺസും 22 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അവസരം കൊടുക്കാൻ കാരണം ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് കൂടി കണക്കിലെടുത്താണ് നമുക്കറിയാം. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഈ ടെസ്റ്റിൽ ഇന്ത്യയെ നയിക്കുന്നത് ജസ്പ്രീത് ബുംറയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇന്ത്യ ഒരു ബൗളർ നയിക്കുന്നത്. അതേസമയം ഓസ്ട്രേലിയ നയിക്കുന്ന അവരുടെ ഫാസ്റ്റ് ബൗളറായ പാറ്റ് കമിൻസാണ്. ഇനി മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത്, നമുക്കറിയാം നാളെ ആരംഭിക്കാൻ പോകുന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയെക്കുറിച്ചാണ്. കേരളത്തിൽ നയിക്കുന്നത് സഞ്ജു സാംസണാണ്. ഹൈദരാബാദിൽ വെച്ചാണ് കളി. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ഉള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.